ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്ന് കുറച്ച് സ്പോക്കൺ ഇംഗ്ലീഷ് സെൻറ്റൻസുകൾ പഠിക്കാം. ഫസ്റ്റ് പോയിന്റ്, സമയം ആരെയും കാത്തിരിക്കില്ല. അപ്പോൾ നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാമെന്ന് നോക്കാം. സമയം ടൈം, കാത്തിരിക്കുക എന്ന് വെച്ചാൽ എന്താ, വെയിറ്റ്. അപ്പോൾ ഇവിടെ കാത്തിരിക്കില്ല എന്നാണ് പറയുന്നത്. അപ്പം ആരെയും കാത്തിരിക്കില്ല നമുക്ക് എങ്ങനെ എഴുതാം, വെയിറ്റ്സ് ഫോർ നോ ബഡി. അപ്പം എങ്ങനെ എഴുതാൻ നോക്കാം. സമയം ആരെയും കാത്തിരിക്കില്ല എന്ന് നമുക്ക് എങ്ങനെ എഴുതാം, ടൈം വെയിറ്റ്സ് ഫോർ നോബഡി. ആരെയും കാത്തിരിക്കില്ല. ടൈം വെയിറ്റ്സ് ഫോർ നോബഡി. NOBODY, നോബഡി. അപ്പം സമയം ആരെയും കാത്തിരിക്കില്ല. ടൈം വെയിറ്റ്സ് ഫോർ നോബഡി. വെയിറ്റിൻ്റെ സ്പെല്ലിംഗ് WAITS ആണ്, T ആണ് എഴുതിയേക്കുന്നത്. അപ്പം നമുക്ക് എങ്ങനെ നമ്മൾ ഈ ഒരു സെൻറ്റൻസ് എഴുതി നമുക്ക് നോക്കാം. അപ്പം നമുക്ക് ഈ ഒരു സെൻറ്റൻസ് കേട്ടപ്പോഴേ മനസ്സിലാവും ഇതൊരു ജനറൽ ട്രൂത്താണ്, ഒരു സത്യസന്ധമായ കാര്യമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സെൻറ്റൻസ് നമുക്ക് സിമ്പിൾ പ്രസൻറ്റ് സെൻറ്റൻസ് എന്ന് വിളിക്കാം. അപ്പം നമുക്ക് അറിയാം ഇതെങ്ങനെ നമ്മൾ എഴുതി നോക്കാം. ഇവിടുത്തെ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ടൈമാണ് ഇവിടുത്തെ സബ്ജക്റ്റ്, വെയിറ്റ് ആണ് വെർബ്. അപ്പം നമ്മൾ ഈ ഒരു സ്ട്രക്ചർ ഉപയോഗിച്ചിട്ടാണ് ഇത് എഴുതിയിരിക്കുന്നത്. സബ്ജക്റ്റ് പ്ലസ് വെർബിൻ്റെ കൂടെ S or ES യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. അപ്പം ഇവിടെ നമുക്ക് ഒരു സിമ്പിൾ പ്രസൻറ്റ് സെൻറ്റൻസിൽ സബ്ജക്റ്റ് പ്ലസ് വെർബിൻ്റെ കൂടെ S or ES ചേർത്തും എഴുതാം, ചേർക്കാതെ എഴുതാം. അപ്പോൾ നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ എസ് ചേർത്തിട്ടാണ് എഴുതിക്കുന്നത്, വെർബിൻ്റെ കൂടെ എസ് ചേർത്തിട്ടാണ് എഴുതിക്കുന്നത്. അപ്പം ടൈം വെയിറ്റ്സ് ഫോർ നോബഡി. ടൈം വെയിറ്റ്സ് ഫോർ നോബഡി. അപ്പം ഞാൻ പറഞ്ഞു സബ്ജക്റ്റ് ഇത് ടൈമാണ് സബ്ജക്റ്റ്, വെയിറ്റ് എന്ന് പറഞ്ഞാൽ വെർബാണ്. അപ്പോൾ ഈ ടൈം എന്ന് പറയുന്നത് ഒരു സിംഗുലാർ സബ്ജക്റ്റാണ്, ഒരു തേർഡ് പേഴ്സൺ സിംഗുലാർ സബ്ജക്റ്റാണ് ടൈം. അപ്പം ടൈംസ് അങ്ങനെ ഒരു സിംഗുലാർ സബ്ജക്റ്റ് ആയതുകൊണ്ട് മാത്രമാണ് നമ്മൾ വെർബിൻ്റെ കൂടെ എസ് ആഡ് ചെയ്തത്. അപ്പം ഒരു പ്ലൂറൽ സബ്ജക്റ്റ് ആണെങ്കിൽ നമ്മൾ S or ES ആഡ് ചെയ്യത്തില്ല. പ്ലൂറൽ സബ്ജക്റ്റ് എന്ന് പറയുമ്പം ദേ, വി, അപ്പോൾ ഇങ്ങനെയുള്ള പ്ലൂറൽ സബ്ജക്ട്സ് വരുമ്പോൾ നമ്മൾ വെർബിൻ്റെ കൂടെ S or ES ആഡ് ചെയ്യത്തില്ല. ഇവിടെ സബ്ജക്റ്റ് നമ്മൾ നോക്കുക. സബ്ജക്റ്റ് ഒരു സിംഗുലാർ, ഞാൻ പറഞ്ഞൊരു തേർഡ് പേഴ്സൺ സിംഗുലാർ സബ്ജക്റ്റ് ആയതുകൊണ്ടാണ് ഇവിടെ നമ്മൾ വെർബിൻ്റെ കൂടെ S ആഡ് ചെയ്തത്. ഇപ്പം ടൈമിന് പകരം ഹീ, ഷീ, ഇറ്റ് ഇതൊക്കെ വന്നാൽ നമ്മൾ വെർബ് നോക്കിയിട്ട് S ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ES ആഡ് ചെയ്യാം. അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു സെൻറ്റൻസ് എഴുതിയത്. അപ്പോൾ എങ്ങനെയാണ് നമുക്കൊന്നും കൂടെ പറയാം. സമയം ആരെയും കാത്തിരിക്കില്ല. ടൈം വെയിറ്റ്സ് ഫോർ നോബഡി. ടൈം വെയിറ്റ്സ് ഫോർ നോബഡി. സമയം ആരെയും കാത്തിരിക്കില്ല. ടൈം വെയിറ്റ്സ് ഫോർ നോബഡി. അപ്പം നമുക്ക് നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. ഞാൻ ഉറങ്ങാൻ പോകുന്നു. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാമെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു സെൻറ്റൻസ് കേട്ടപ്പോഴേ മനസ്സിലായി ഇത് ഇപ്പോഴത്തെ ഒരു കാര്യമാണ് പറയണത്. ഇപ്പം ഒരാൾ പറയുക ഞാൻ ഉറങ്ങാൻ പോകുന്നു, അത് ഇപ്പോഴത്തെ ഒരു കാര്യമാണ്. അപ്പോൾ എങ്ങനെ എഴുതാം നമുക്ക്, ഞാൻ ഉറങ്ങാൻ പോകുന്നു. ഐ ആം ഗോയിങ് ടു സ്ലീപ്പ്. ഞാൻ ഉറങ്ങാൻ പോകുന്നു. ഐ ആം ഗോയിങ് ടു സ്ലീപ്പ്. അപ്പം നമ്മളിത് എങ്ങനെ എഴുതിയെന്ന് നമുക്ക് നോക്കാം. അപ്പം ഇവിടുത്തെ സബ്ജക്റ്റ് എന്താ, സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഐ ആണ് ഇവിടുത്തെ സബ്ജക്റ്റ്. വെർബ് എന്ന് പറഞ്ഞാൽ ഗോ ആണ് വെർബ്. അപ്പോൾ ഈ ഒരു സെൻറ്റൻസ് കേട്ടപ്പോഴേ മനസ്സിലായി ഇത് ഒരു പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് സെൻറ്റൻസ് ആണ്. കാര്യം ഉറങ്ങാൻ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്, ഉറങ്ങാൻ പോകുന്നു. അപ്പോൾ അവിടെ ഒരു കണ്ടിന്യൂറ്റി ഉണ്ട്. അപ്പം അങ്ങനെയുള്ള സെൻറ്റൻസ് നമുക്ക് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് സെൻറ്റൻസ് എന്ന് പറയാം. അപ്പം എങ്ങനെ നമ്മൾ എഴുതേണ്ടതെന്ന് നമുക്ക് നോക്കാം. ആ ഒരു സ്ട്രക്ചർ എങ്ങനെയായിരുന്നു നമ്മൾ പഠിച്ചത്, ഓൾറെഡി നമ്മൾ പഠിച്ച കാര്യമാണ്. അപ്പം നമുക്ക് പറയാം സബ്ജക്റ്റിൻ്റെ കൂടെ സബ്ജക്റ്റ് പ്ലസ് ഈസ് ഓർ ആം or are plus verb plus ing ഫോം യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു സെൻറ്റൻസ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ സബ്ജക്റ്റ് ഞാൻ ഓൾറെഡി പറഞ്ഞു, ഗോ ആണ് വെർബ്. അപ്പം എന്താ സബ്ജക്റ്റ് ഐയുടെ കൂടെ നമ്മളിവിടെ എന്താ യൂസ് ചെയ്തത്, ആം. കാര്യം ഈസും ആറും ഒരിക്കലും വരില്ല. കാര്യം ആണ് സബ്ജക്റ്റ്, ആറും വരില്ല. ഇപ്പോൾ ഇവിടെ ഹീയോ ഷീയോ ഒക്കെ ആയിരുന്നെങ്കിൽ നമുക്ക് ഈസ് എഴുതാമായിരുന്നു. ഇപ്പോൾ ഇവിടെ ആറെന്ന് പറയുമ്പോൾ ഇവിടെ ദേ അല്ലെങ്കിൽ വി ഒക്കെ ആണെങ്കിൽ നമുക്ക് ആറ് എഴുതാമായിരുന്നു. ഇവിടെ ആയതുകൊണ്ടാണ് നമ്മളിവിടെ ആം യൂസ് ചെയ്തത്. ആണ് സബ്ജക്റ്റ്, അതുകൊണ്ടാണ് നമ്മൾ ആം യൂസ് ചെയ്തത്. പിന്നെ ഈ ഒരു പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ആകുമ്പോൾ പിന്നെ നമ്മൾ വെർബ് ഗോയുടെ കൂടെ എഴുതിയിട്ടുണ്ട്, വെർബ് പ്ലസ് ing ഫോം. അപ്പം ഇവിടെ ഗോയുടെ കൂടെ ing യൂസ് ചെയ്തു, അപ്പം ഗോയിങ് ആയി. അപ്പം അങ്ങനെയാണ് നമ്മൾ ഈ ഒരു സെൻറ്റൻസ് എഴുതിയത്. അപ്പം ഇങ്ങനെ നമ്മൾ എഴുതി നോക്കാം, പറയുന്നത് നോക്കാം. ഞാൻ ഉറങ്ങാൻ പോകുന്നു. ഐ ആം ഗോയിങ് ടു സ്ലീപ്പ്. ഞാൻ ഉറങ്ങാൻ പോകുന്നു. ഐ ആം ഗോയിങ് ടു സ്ലീപ്പ്. ഐ ആം ഗോയിങ് ടു സ്ലീപ്പ്.
അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഓക്കെ, ബൈ ഫ്രണ്ട്സ്. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം അടുത്ത ടോപ്പിക്കുമായിട്ട്.